الحمد لله نحمده ونستعينه ونستغفره ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس أوصيكم وإياي أولا بتقوى الله رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم أذن للذين يقاتلون بأنهم ظلموا وإن الله على نصرهم لقدير. ഏറ്റവും ആദരണീയരായ വിശ്വാസികളെ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളെ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ജീവിതം വിജയപ്രദമാക്കി തീർക്കണമേ എന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശം സ്വീകരിച്ചതിൻ്റെ പേരിൽ റസൂലും സഹാബികളും അനുഭവിക്കേണ്ടി വന്ന ത്യാഗത്തെ അനുസ്മരിക്കുന്ന ദിനങ്ങളാണ് നമ്മിലേക്ക് എത്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, റമളാൻ 17 മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൻ്റെ നിലനിൽപ്പിന് അടിത്തറ പാകിയ യുദ്ധം നടന്ന ദിവസമാണ് റമളാൻ 17. എന്തുകൊണ്ട് റസൂലിനും സഹാബത്തിനും യുദ്ധം ചെയ്യേണ്ടി വന്നു, അല്ലെങ്കിൽ അവരെങ്ങനെ ഒരു യുദ്ധത്തിലേക്ക് എത്തിപ്പെട്ടു എന്നത് നമ്മൾ കൃത്യമായി അന്വേഷിച്ച് പഠിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യത്തിൽ മുസ്ലിം സമുദായം അവരല്ലാത്ത ആളുകളെ കൊല്ലണമെന്ന് പറയുന്നവരാണ്, അവരല്ലാത്ത ആളുകൾക്ക് ഇവിടെ നിലനിൽക്കാൻ അധികാരമില്ല എന്ന് പറയുന്നവരാണ് എന്നൊക്കെ വ്യാപകമായി സമൂഹത്തിൽ പ്രചരിപ്പിക്കപ്പെടുകയും മുസ്ലിം സമുദായത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി വളരെ വ്യാപകമായ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ എങ്ങനെയാണ് മുഹമ്മദ് നബിയും സഹാബത്തും ഒരു യുദ്ധത്തിലേക്ക് എത്തിപ്പെട്ടത് എന്ന് നമ്മൾ കൃത്യമായി അന്വേഷിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടതുണ്ട്. നമുക്കറിയാം, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പ്രബോധനം പരസ്യപ്പെടുത്താൻ വേണ്ടി പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനം പരസ്യപ്പെടുത്തി. അങ്ങനെ സഫാ കുന്നിന് മുകളിൽ കയറിക്കൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, വല്ലാഹില്ലദീ ലാ ഇലാഹ ഇല്ലാഹു, അള്ളാഹു എങ്ങനെയുള്ളവൻ, അവനല്ലാതെ ഒരു ആരാധ്യനേ ഇല്ല, അങ്ങനെയുള്ള അള്ളാഹു തന്നെയാണ് സത്യം. ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ഖാസ്സ, ഞാൻ നിങ്ങളിലേക്ക് പ്രത്യേകമായുള്ള പ്രവാചകനാകുന്നു. വഇലന്നാസി ആമ്മ, ജനങ്ങളിലേക്ക് മുഴുവനായിട്ടുള്ള പ്രവാചകനാകുന്നു. വല്ലാഹി, അള്ളാഹു ആണ് സത്യം. ലതമൂതുന്ന കമാ തനാമൂൻ, നിങ്ങൾ ഉറങ്ങുന്നത് പോലെ നിങ്ങൾ എല്ലാവരും മരണപ്പെടും.
വലതുബഅസുന്ന കമാ തസ്തൈഖിലൂൻ, നിങ്ങൾ ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുന്നത് പോലെ നിങ്ങളെ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. വലതുഹാസബുന്ന ബിമാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചതിനെ കുറിച്ച് വിചാരണ ചെയ്യപ്പെടുക തന്നെ ചെയ്യും. ഇന്നഹാ അൽ ജന്നത്തു അബദ വന്നാറു അബദ, ഒന്നുകിൽ നിങ്ങൾ ശാശ്വതമായ സ്വർഗാനുഗ്രഹത്തിലായിരിക്കും, അതല്ലെങ്കിൽ ശാശ്വതമായ നരകശിക്ഷയിലായിരിക്കും. ഈ ഒരു ആദർശമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങളോട് പറഞ്ഞത്. ഇത് പറഞ്ഞതിന്റെ പേരിലാണ് അവർക്ക് മക്കയിൽ ഉപദ്രവങ്ങൾ ഏൽക്കേണ്ടി വന്നത്. ആദ്യം റസൂലിന്റെ സഹാബത്ത് 2 പ്രാവശ്യമായിക്കൊണ്ട് എത്യോപ്യയിലേക്ക് ഹിജ്റ പോയി. പിന്നീട് റസൂലും സഹാബത്തും മദീനയിലേക്ക് ഹിജ്റ പോകേണ്ടി വന്നു. എന്തുകൊണ്ട് ഇങ്ങനെ ഹിജ്റ പോകേണ്ടി വന്നു? എന്തുകൊണ്ട് ഇങ്ങനെ ആക്രമിക്കപ്പെട്ടു? എന്തുകൊണ്ട് റസൂലും സഹാബത്തും യുദ്ധം ചെയ്യേണ്ടി വന്നു? നോക്കൂ, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് എത്യോപ്യയിലേക്ക് ഹിജ്റ പോയപ്പോ അവിടെ അവർക്ക് സ്വൈര്യം കൊടുക്കാതെ അവിടുന്നും അവരെ പുറത്താക്കണം, ഉപദ്രവിച്ച് അകറ്റണം എന്ന് ലക്ഷ്യം വെച്ചുകൊണ്ട് മക്കയിലെ മുശ്രിക്കുകളിലെ ചില പ്രതിനിധികൾ അവിടെ നജാശി രാജാവിനെ കണ്ടു. ആ നജാശി രാജാവിനെ കണ്ട സമയത്ത് നജാശി രാജാവ് ഹിജ്റ ചെയ്തു വന്ന മുസ്ലിമീങ്ങളെ വിളിപ്പിച്ചു. അങ്ങനെ വിളിച്ച കൂട്ടത്തില് അവരെന്തുകൊണ്ട് ഇവിടേക്ക് പോരേണ്ടി വന്നു? അവർ നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട്, ഫിത്ന ഉണ്ടാക്കിക്കൊണ്ട്, സമൂഹത്തിൽ ഭിന്നത ഉണ്ടാക്കിക്കൊണ്ടാണ് ഇങ്ങോട്ട് കടന്നു വന്നത്. അവർക്ക് അഭയം കൊടുക്കരുത് എന്ന് നജാശി രാജാവിനോട് പറഞ്ഞപ്പോ നജാശി രാജാവ് അവരെ വിളിപ്പിച്ചു. കൂട്ടത്തിൽ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്ന് പ്രസംഗിച്ചു, എന്താണ് ഞങ്ങൾ ഇങ്ങോട്ട് വരാനുണ്ടായ കാരണമെന്ന്. ആ പ്രസംഗത്തിൽ നിന്ന് നമുക്ക് വളരെ വ്യക്തമാണ് എന്തുകൊണ്ട് വിശ്വാസികൾക്ക് ഉപദ്രവങ്ങൾ ഏൽക്കേണ്ടി വന്നു, എന്തുകൊണ്ട് വിശ്വാസികൾ ഒരു യുദ്ധത്തിലേക്ക് എടുത്തെറിയപ്പെട്ടു. നജാശി രാജാവിന്റെ മുമ്പിൽ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയാണ്, അയ്യുഹൽ മലിക്, അല്ലയോ രാജാവേ, കുന്ന ഖൗമൻ അഹ്ലു ജാഹിലിയ്യ, ഞങ്ങൾ ജാഹിലിയത്തിൽ അന്ധകാരത്തിൽ അകപ്പെട്ടൊരു സമൂഹമായിരുന്നു. നഅ്ബുദുൽ അസ്നാമ, വിഗ്രഹങ്ങളെ ആരാധിച്ചു കൊണ്ടിരുന്നു. വനഅ്കുലുൽ മൈതത, ശവങ്ങളെ ഭക്ഷിച്ചിരുന്നു. വനഅ്തിൽ ഫവാഹിഷ, എല്ലാ മ്ലേച്ഛവൃത്തികളും ചെയ്യുന്ന ആളുകളായിരുന്നു ഞങ്ങൾ. വനഖതഉൽ അർഹാം, കുടുംബ ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കാത്തവരായിരുന്നു ഞങ്ങൾ. വനുസീഉൽ ജിവാർ, അയൽക്കാർക്ക് ഉപദ്രവം ചെയ്യുന്നവരായിരുന്നു ഞങ്ങൾ. ഞങ്ങളിലെ ശക്തൻ ദുർബലന്മാരെ ഉപദ്രവിച്ചു കൊണ്ടിരുന്നു, അല്ലെങ്കിൽ അവരുടെ ഭക്ഷിച്ചിരുന്നു. ഞങ്ങൾ അപ്രകാരമെല്ലാം ആയിരുന്നു. ഞങ്ങളിലേക്ക് ഒരു ദൂതൻ നിയോഗിക്കപ്പെടുന്നത് വരെ, ഞങ്ങളിലേക്ക് ഒരു ദൂതൻ നിയോഗിക്കപ്പെടുന്നവരെ. ആ പ്രവാചകന്റെ കുടുംബത്തെ കുറിച്ചും തറവാടിനെ കുറിച്ചും ഒക്കെ ഞങ്ങൾക്കറിയാം. അദ്ദേഹത്തിന്റെ സത്യസന്ധതയും വിശ്വസ്തതയും എല്ലാം ഞങ്ങൾക്കറിയാം. അദ്ദേഹത്തിന്റെ പവിത്രത, പാതിവൃത്യത്തെ കുറിച്ച് ഞങ്ങൾക്കറിയാം. അള്ളാഹുവിലേക്ക് പ്രവാചകൻ ഞങ്ങളെ ക്ഷണിച്ചു. ആ അള്ളാഹുവിനെ മാത്രം ഇബാദത്തിൽ ഏകനാക്കണമെന്നും അള്ളാഹുവിന്റെ ഏകത്വത്തിലേക്ക്, തൗഹീദിലേക്ക് ഞങ്ങളെ ക്ഷണിച്ചു. ഞങ്ങളും ഞങ്ങളുടെ പിതാക്കളും എന്തിനെയൊക്കെ ആരാധിച്ചിരുന്നുവോ അതൊക്കെ ഞങ്ങൾ ഒഴിവാക്കി. മിനൽ ഹിജാറ, കല്ലുകളെ, വൽ ഔസാന, വിഗ്രഹങ്ങളെ. അങ്ങനെ പ്രവാചകൻ സത്യസന്ധത വെച്ചു പുലർത്തണമെന്ന് ആ പ്രവാചകൻ ഞങ്ങളോട് കൽപ്പിച്ചു. അമാന, ഞങ്ങളോട് വിശ്വസ്തത പാലിക്കണമെന്നും കരാറുകൾ നിറവേറ്റണമെന്നും കൽപ്പിച്ചു. ബസിലത്തുർ റഹിം, കുടുംബ ബന്ധം നിലനിർത്തണമെന്ന് പഠിപ്പിച്ചു. വനഹാന അനിൽ ഫവാഹിഷ്, എല്ലാം മ്ലേച്ഛവൃത്തികളെയും ഞങ്ങളോട് വിരോധിച്ചു. ഖൗലസ്സൂർ, അനാവശ്യമായ കളവുകളെയും അനാവശ്യമായ വാക്കുകളെയും ഞങ്ങളോട് വിരോധിച്ചു. വഅക്ല മാലൽ യതീം, യതീമിന്റെ മുതൽ തിന്നരുതെന്ന് ഞങ്ങളോട് വിരോധിച്ചു. വഖദ്ഫൽ മുഹ്സനാത്ത്, സദ്വൃത്തകളായ സ്ത്രീകളെ കുറിച്ച് അപവാദങ്ങൾ പറയരുതെന്ന് ഞങ്ങളോട് വിരോധിച്ചു. വഅമറന അൻ നഅബ്ദുല്ലാഹ വഹദ, അല്ലാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന് ഞങ്ങളോട് കൽപ്പിച്ചു. ലാ നുശ്രികു ബിഹി ശൈആ, അവനിൽ ഒന്നിനെയും പങ്കു ചേർക്കരുതെന്നും. വഅമറന ബിസ്സലാത്തി വസ്സകാ,
നമസ്കാരവും നോമ്പും ഞങ്ങളോട് കൽപ്പിച്ചു, നമസ്കാരവും സക്കാത്തും വസ്വിയാം നോമ്പും ഞങ്ങളോട് കൽപ്പിച്ചു. ഫസദ്ദഖ്നാഹു ഞങ്ങൾ ആ പ്രവാചകനെ സത്യപ്പെടുത്തി, വആമന്നാ ബിഹി ഞങ്ങൾ ആ പ്രവാചകനിൽ വിശ്വസിച്ചു, വത്തബഅനാഹു ഞങ്ങൾ ആ പ്രവാചകനെ പിന്തുടർന്നു, അലാ മാ ജാഅ ബിഹി മിൻ ദീനില്ലാഹ് അല്ലാഹുവിന്റെ ദീനിൽ നിന്ന് അദ്ദേഹം കൊണ്ടുവന്നത് ഞങ്ങൾ പിന്തുടർന്നു. വഹറംനാ മാ ഹറംനാ അലൈഹി വഹറംനാ മാ ഹറമ അലൈനാ ആ പ്രവാചകൻ ഞങ്ങളുടെ മേൽ എന്തൊക്കെ ഹറാമാക്കിയോ അതൊക്കെ ഞങ്ങൾ ഹറാമായി കണ്ടു. വഅഹലൽനാ മാ അഹല്ല ലനാ ആ പ്രവാചകൻ ഞങ്ങളോട് മേൽ എന്തൊക്കെ ഹലാലാക്കിയോ അതൊക്കെ ഞങ്ങൾ അനുവദനീയമായി കണ്ടു. ഫഅദാ അലൈനാ ഖൗമുനാ അങ്ങനെ ഞങ്ങളുടെ ജനത ഞങ്ങളോട് ശത്രുത വെച്ച് പുലർത്തി. കാരണം എല്ലാ അനീതികൾക്കും എതിരെയാണ് പ്രവാചക തിരുമേനി സംസാരിച്ചത്. ഏറ്റവും വലിയ അനീതി ഈ പ്രപഞ്ചനാഥനെ ഒഴിവാക്കിക്കൊണ്ട് സൃഷ്ടികളെ പൂജിക്കുന്നു എന്നതാണ്. അത് ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞു. അതുപോലെ തന്നെ ഞങ്ങളിലെ എല്ലാ തരത്തിലുള്ള അസമത്വങ്ങളെയും വലിപ്പത്തരങ്ങളെയും അതുപോലെ തന്നെ ഗോത്ര മഹിമയെയും എല്ലാ ആഢ്യത്വങ്ങളെയും പ്രവാചകൻ ഞങ്ങളോട് വിരോധിച്ചു. എല്ലാ നിലക്കുള്ള അക്രമങ്ങളെയും ചൂഷണങ്ങളെയും പ്രവാചകൻ ഞങ്ങളോട് വിരോധിച്ചു. അതൊക്കെ ഞങ്ങൾ സ്വീകരിച്ചു. അപ്പം ജനത ഞങ്ങൾക്ക് എതിരായി. അവർ ഞങ്ങളെ പീഡിപ്പിച്ചു. അങ്ങനെ ഞങ്ങൾ ദീനല്ല അവർ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പൊ എന്താ അക്രമ കാരണം? ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ചു എന്നത്. എന്താ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കുമ്പോ ഇവർക്ക് ഇത്ര ശത്രുത വരാനുള്ള കാരണം? ഒന്ന്, അവർ പരമ്പരാഗതമായി വെച്ചു പുലർത്തിപ്പോരുന്ന വിശ്വാസം അബദ്ധമായിരുന്നു എന്ന് അംഗീകരിക്കാൻ അവരുടെ അഹങ്കാരം സമ്മതിച്ചില്ല എന്നത്. രണ്ടാമത്തത്, അവർക്ക് ലഭിച്ചുകൊണ്ടിരുന്ന ലക്ഷങ്ങളും കോടികളും അത് അവർക്ക് തടയപ്പെടുമെന്നത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, വജഅലൂ ലില്ലാഹി അൻദാദൻ ലിയുദില്ലൂ അൻ സബീലിഹി ഖുൽ തമത്തഉ ഫഇന്ന മസീറകും ഇലന്നാർ. വജഅലൂ ലില്ലാഹി അൻദാദ അവര് അല്ലാഹുവിന് പുറമെ അല്ലാഹുവിന് പങ്കുകാരെ നിശ്ചയിച്ചു. ലിയുദില്ലൂ അൻ സബീലിഹി അല്ലാഹുവിൽ നിന്ന് ജനങ്ങളെ തെറ്റിക്കാൻ വേണ്ടി. ഖുൽ നബിയെ അവരോട് പറയുക, തമത്തഉ അതിൽ നിന്ന് ലഭിക്കുന്ന നേട്ടം നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുക. കാണിക്കപ്പെട്ടിയും അതുപോലെ തന്നെ നൈവേദ്യങ്ങളും കുമിഞ്ഞുകൂടുന്ന ഭണ്ഡാരപ്പെട്ടിയിൽ കുമിഞ്ഞുകൂടുന്ന ലക്ഷങ്ങളും നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുക. നിങ്ങളുടെ സങ്കേതം പര്യവസാനം നരകമാകുന്നു എന്ന്. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശത്തെ ജനങ്ങൾ അതിന്റെ ശത്രുക്കളാവാനുള്ള ഒന്നാമത്തെ കാരണം അവർ അതുവരെ വെച്ചു പുലർത്തിപ്പോരുന്ന വിശ്വാസങ്ങളൊക്കെ അബദ്ധങ്ങളായിരുന്നു എന്ന് അംഗീകരിക്കാൻ അവർക്ക് അവരുടെ മനസ്സ് അനുവദിക്കുന്നില്ല, അല്ലെങ്കിൽ അവരുടെ അഹങ്കാരം അനുവദിക്കുന്നില്ല എന്നതാണ് ഒന്നാമത്തേത്. രണ്ട്, അവർക്ക് കാണിക്കപ്പെട്ടികളിലൂടെയും മറ്റും വന്നുകൊണ്ടിരിക്കുന്ന വരുമാനങ്ങൾ, വലിയ വരുമാനത്തിന്റെ സ്രോതസ്സുകൾ വിശ്വാസത്തിന്റെ പേരിൽ ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന ഒരവസ്ഥ. നോക്കൂ നിങ്ങൾ, എന്നെയും നിങ്ങളെയും ലോകത്തുള്ള സകല മനുഷ്യരെയും സൃഷ്ടിച്ചത് ഒരേ ഒരു അള്ളാഹുവാണ്. ആ അള്ളാഹുവിനെ മാത്രമാണ് നമ്മൾ ആരാധിക്കേണ്ടത്. ആ അള്ളാഹുവിനെ നിങ്ങൾ പണം കൊടുത്ത് തൃപ്തിപ്പെടുത്തേണ്ടതില്ല. ആ അള്ളാഹുവിന്റെ മുമ്പിൽ നിങ്ങൾ പാൽപായസവും നൈവേദ്യവും സമർപ്പിക്കേണ്ടതില്ല. ആ അള്ളാഹുവിനെ അങ്ങോട്ട് എന്തെങ്കിലും കൊടുത്ത് തൃപ്തിപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയില്ല. എല്ലാ ശക്തിയുടെയും ഉടമയായ ആ റബ്ബാകുന്നു എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഒരു നയാ പൈസ കൊടുത്ത് റബ്ബിനെ തൃപ്തിപ്പെടുത്തേണ്ടതില്ല എന്ന് ജനങ്ങളോട് പ്രഖ്യാപിക്കുമ്പോ അവിടെ ഭണ്ഡാരപ്പെട്ടിയിലെ ലക്ഷങ്ങൾ തടയപ്പെടും, അവിടെ നേർച്ചപ്പെട്ടിയിലെ കോടികൾ തടയപ്പെടും. അതുകൊണ്ട് തന്നെ ആ ഒരു ആദർശം പറയുന്ന ആളുകളെ എക്കാലത്തും പല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കുക എന്നത് ശിർക്കിന്റെ ആളുകളുടെ സ്വഭാവമായിരുന്നു. അങ്ങനെയാണ് ഈ റസൂലും സഹാബത്തും ഒക്കെ ഇവരുടെ വലിയ അക്രമത്തിന് വിധേയരായത്, അല്ലെങ്കിൽ ഇവരുടെ വലിയ ശത്രുക്കളായി മാറിയത്. അതല്ലാതെ ഒരു ഉറുമ്പിനെ പോലും നോവിച്ചിട്ടല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ജനങ്ങളുടെ മേൽ വലിയ ആഢ്യത്വം നടിച്ചുകൊണ്ട് താഴ്ന്നവരെ ചൂഷണം ചെയ്യുന്ന, ദുർബലരെ ചൂഷണം ചെയ്യുന്ന എല്ലാ വ്യവസ്ഥിതികൾക്കും എതിരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ
പോരാടി. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പോരാട്ടം എക്കാലത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികൾ നടത്തുന്നു എന്നതുകൊണ്ട് ജാതിയുടെയും മേൽക്കോയ്മയുടെ പേരിൽ ആഢ്യത്വം നടിക്കുന്ന എല്ലാ ആളുകളും ഇസ്ലാമിന്റെ ശത്രുക്കളായി തീരും. അതെല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുള്ളതാണ്, എല്ലാ പ്രവാചകന്മാരും നേരിടേണ്ടി വന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതെങ്കിലും ഒരു ഉറുമ്പിനെ പോലും നോവിച്ചിട്ടോ ഏതെങ്കിലും ഒരു അക്രമ പ്രവർത്തനം നടത്തിയിട്ടോ എന്തെങ്കിലും ഒരു അനീതി കാണിച്ചിട്ടോ അല്ല വിശ്വാസികൾ പീഡനത്തിനിരയായത്. നേരെ മറിച്ച് ലോകത്ത് നടക്കുന്ന എല്ലാ അക്രമങ്ങൾക്കും അനീതികൾക്കും ചൂഷണങ്ങൾക്കും അസമത്വത്തിനുമെതിരെ ശക്തമായി നിലപാടെടുത്തത് കൊണ്ട് അത് പാടില്ല എന്ന് പറഞ്ഞത് കൊണ്ടാണ് വിശ്വാസികൾ എക്കാലഘട്ടത്തിലും ഉപദ്രവിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. അങ്ങനെ റസൂലിനും സഹാബത്തിനും ആദ്യം എത്യോപ്യയിലേക്ക് ഹിജറ പോകേണ്ടി വന്നു. 2 പ്രാവശ്യം എത്യോപ്യയിലേക്ക് ഹിജറ പോയി സഹാബത്ത്. അതിനുശേഷം അവരെല്ലാവരും മടങ്ങി വന്നു. വീണ്ടും റസൂലും സഹാബത്തും മദീനയിലേക്ക് ഹിജറ പോയി. ആദ്യം സഹാബത്ത് പോയി, പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും പോയി. അവിടെ മദീനയിൽ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദർശം പടർന്ന് പന്തലിക്കുകയാണ്. കാരണം ഇത് ഏവർക്കും വളരെ ലളിതമായി മനസ്സിലാകുന്ന, ഏത് നിഷ്കളങ്കമായ ബുദ്ധിക്കും പെട്ടെന്ന് സ്വീകരിക്കാൻ പറ്റുന്ന ആദർശമാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന സർവശക്തനായ ഏകനായ നാഥൻ. എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി ജനങ്ങളോട് പറയുന്നത്. ഏകനായ ഒരു ആരാധ്യൻ, അവൻ തന്നെയാണ് സത്യം. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന എന്റെയും നിങ്ങളുടെയും സൃഷ്ടാവായ ആ റബ്ബിനെ മാത്രമാണ് ആരാധിക്കേണ്ടത്, അവന്റെ നിയമങ്ങൾക്ക് കീഴ്പ്പെട്ടുകൊണ്ടാണ് ജീവിക്കേണ്ടത് എന്ന് പഠിപ്പിക്കുമ്പോൾ അതെല്ലാവർക്കും വളരെ പെട്ടെന്ന് മനസ്സിലാകും. മദീനയിലെ നിഷ്കളങ്കന്മാരായിട്ടുള്ള ആളുകൾ ഇസ്ലാമിലേക്ക് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരുന്നു. അത് ഇവർക്ക് സഹിക്കാൻ സാധിച്ചില്ല. അങ്ങനെ വന്നപ്പോ ഇവര് മക്കയിൽ റസൂലും സഹാബത്തും വിട്ടുപോയിട്ടുള്ള ആ ഭൂസ്വത്തുക്കളും മറ്റു സ്വത്തുക്കളും എല്ലാം കൊള്ളയടിച്ചുകൊണ്ട് ഒരു ഷാമിലേക്ക് ഒരു കച്ചവട യാത്ര നടത്തി. ആ കച്ചവട യാത്രയിൽ കിട്ടുന്ന ലാഭം മുഴുവൻ മദീനയിലുള്ള മുസ്ലിമീങ്ങളെ ഒന്നടങ്കം ഇല്ലാതാക്കാൻ വേണ്ടി ഉപയോഗിക്കണമെന്ന് തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു അനുവാദം കൊടുത്തു. ഏതുവരെ? നമ്മൾ ക്ഷമയുടെ നെല്ലിപ്പടി എന്നൊക്കെ പറയില്ലേ, താഴ്ന്നിടത്തോളം അത്രത്തോളം താന്നു. ആ നാടും വീടും വിട്ടെറിഞ്ഞ് പോകേണ്ടി വന്നു, മറ്റൊരു നാട്ടിലേക്ക് പോകേണ്ടി വന്നു. അവിടെയും ഉപദ്രവിച്ച് നശിപ്പിക്കുമെന്ന് തോന്നുന്ന ഒരു ഘട്ടത്തിലെത്തിയപ്പോ അള്ളാഹു വഹി മുഖേന പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഉദിന ലില്ലദീന യുഖാതലൂന ബിഅന്നഹും ദുലിമൂ വഇന്നല്ലാഹ അലാ നസ്രിഹിം ലഖദീർ. ഉദിന ലില്ലദീന യുഖാതലൂന, യുദ്ധം ചെയ്യപ്പെട്ടവർക്ക് അല്ലെങ്കിൽ പോരാട്ടം നടത്തപ്പെട്ടവർക്ക് അനുവാദം നൽകപ്പെട്ടിരിക്കുന്നു. ഉപദ്രവിക്കപ്പെട്ട ആളുകൾക്ക് അല്ലെങ്കിൽ യുദ്ധം ചെയ്യപ്പെടുന്നവർക്ക് അനുവാദം നൽകപ്പെട്ടിരിക്കുന്നു. ബിഅന്നഹും ദുലിമൂ, കാരണം അവർ ആക്രമിക്കപ്പെട്ടിരിക്കുന്നു. തീർച്ചയായും അള്ളാഹു അവരെ സഹായിക്കാൻ കഴിവുള്ളവനാകുന്നു. അപ്പൊ മദീനയിലും സ്വൈര്യം കൊടുക്കില്ല എന്നൊരു ഘട്ടം വന്നപ്പോ നിലനിൽപ്പ് വേണമെങ്കിൽ, ജീവിതം വേണമെങ്കിൽ, ഇസ്ലാമിക സമൂഹം എന്നൊരു സമൂഹം ഇവിടെ നിലനിൽക്കണമെങ്കിൽ പോരാട്ടം അനിവാര്യമാണ് എന്ന് എത്തിയ ഒരു ഘട്ടത്തിൽ അള്ളാഹു അവർക്ക് അതിന് അനുവാദം കൊടുത്തു. അങ്ങനെ അവർ പോരാട്ടം നടത്തി. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുജൂദിൽ കിടന്നുകൊണ്ടുള്ള ആ പ്രാർത്ഥനയിൽ അത് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാകും. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബദറിലേക്ക് പോയി, ബദറിലെത്തുന്ന സമയത്ത് അവിടെ സുജൂദിൽ കിടന്ന് അല്ലാഹുമ്മ ഇൻ തുഹ്ലിക് ഹാദിഹിൽ ഉസാബ ലൻ തുഅബദ ഫിൽ അർളി അബദ, റബ്ബേ ഈ ചെറു സംഘത്തെ എങ്ങാനും നീ നശിപ്പിക്കുകയാണെങ്കിൽ പിന്നെ നിനക്ക് മാത്രം ഇബാദത്ത് എടുക്കുന്ന ഒരു വിഭാഗം ലോകത്ത് ഉണ്ടാവുകയില്ല റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ടാണ് സുജൂദിൽ കിടന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുന്നത്. ഇവിടെ നമുക്ക് ചില പാഠങ്ങൾ പഠിക്കാനുണ്ട്. അങ്ങനെ വളരെ ചെറിയൊരു സംഘം എല്ലാ സന്നാഹങ്ങളുമായി വരുന്ന, സർവശക്തിയുമായി വരുന്ന ഒരു സംഘത്തിന്റെ മുമ്പിൽ ആയുധങ്ങളില്ലാത്ത, എണ്ണം കൊണ്ട് വലിയ സംഖ്യ ഇല്ലാത്ത ഒരു ചെറിയ സൈന്യം അവരെ നേരിടാൻ തയ്യാറാവുകയാണ്. എന്താണ് അവരെ നേരിടാൻ പ്രേരിപ്പിച്ചത്? ഈ ബദറിന്റെ ചരിത്രം ആലോചിക്കുമ്പോൾ ഒന്നാമതായി നമ്മൾ ആലോചിക്കേണ്ട അതാണ്. എങ്ങനെ അവർക്ക് ആ ചെറിയ സംഘത്തിന് ആ വലിയ സർവ്വസന്നാഹങ്ങളെയുമായി വരുന്ന സൈന്യത്തെ നേരിടാൻ പറ്റി? ഒന്ന് അവരുടെ ഈമാനിന്റെ കരുത്ത് കൊണ്ടാണ്. നമ്മളൊന്ന് ആലോചിക്കേണ്ടത്, ആ സ്ഥാനത്ത് ഞാനും നിങ്ങളുമായിരുന്നെങ്കിൽ അത് നടക്കുമെന്നാണ്. നമ്മൾ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കുക. ആ സ്ഥാനത്ത് ഞാനും നിങ്ങളുമായിരുന്നെങ്കിൽ ആ യുദ്ധം നടക്കുമല്ലേ എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ആലോചിക്കേണ്ടത്,
അതിശക്തമായി ദീനിന്റെ പേരിൽ ഈമാൻ നിലനിർത്താൻ വേണ്ടി, ഈമാനിൽ അടിയുറച്ചു നിൽക്കാൻ വേണ്ടി, ഈമാൻ സംരക്ഷിക്കാൻ വേണ്ടി പോരാട്ടം നടത്തേണ്ടി വരുന്ന ഒരു ഘട്ടത്തിൽ പോരാട്ടം നടത്താൻ വിശ്വാസികൾ ഈമാനികമായ കരുത്തുള്ളവരായിരുന്നു എന്നതുകൊണ്ടാണ് ആ പോരാട്ടം നടത്തേണ്ടി നടന്നത്. അപ്പൊ ഒരിക്കലും ആഖിറം നഷ്ടപ്പെടുത്തി ഈമാൻ നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നിലനിൽപ്പ് നമുക്ക് ഉണ്ടാവാൻ പാടില്ല എന്നതാണ് ഒന്നാമത്തെ സന്ദേശം. അതുകൊണ്ടാണ് അവർ മരണമെങ്കിൽ മരണം മുൻപിൽ കണ്ടുകൊണ്ടാണ് അവർ യുദ്ധക്കളത്തിലേക്ക് പോയിട്ടുള്ളത്. അപ്പൊ ഈമാൻ കൈയഴിച്ചുകൊണ്ടുള്ള ഒരു നിലനിൽപ്പ് ദുനിയാവ് നമുക്ക് വേണ്ട എന്ന് അവർ തീരുമാനിച്ചത് കൊണ്ടാണ്. അപ്പൊ ഈമാനിന്റെ കരുത്താണ്. അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്തുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. ഇന്നമൽ മുഅ്മിനൂന, തീർച്ചയായും വിശ്വാസികൾ, അല്ലദീന ഇദാ ദുകിറല്ലാഹ്, അവർ അല്ലാഹുവിനെ കുറിച്ച് പറയപ്പെട്ടാൽ വജിലത് ഖുലൂബുഹും, അവരുടെ ഹൃദയം പിടയ്ക്കുന്നതാണ്. അങ്ങനെ പിടയ്ക്കുന്ന, അല്ലാഹുവിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഹൃദയം പിടയ്ക്കുന്ന ഒരു ഹൃദയത്തിന്റെ വക്താക്കളായിരുന്നത് കൊണ്ടാണ് അവർക്ക് ആ യുദ്ധക്കളത്തിലേക്ക് ജീവൻ ഇല്ലെങ്കിൽ വേണ്ട, ജീവിതം ഇല്ലെങ്കിൽ വേണ്ട എന്ന് തീരുമാനിച്ചുകൊണ്ട് ഇറങ്ങിത്തിരിക്കാൻ സാധിച്ചത്. എന്നിട്ടോ അല്ലാഹു പറയാ, വൈദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്തുഹും ഈമാനാ, അവർക്ക് അല്ലാഹുവിന്റെ ആയത്തുകൾ ഓതിക്കേൽപ്പിക്കപ്പെട്ടാൽ അവരുടെ ഈമാൻ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അവരവരുടെ റബ്ബിൽ തവക്കുൽ ചെയ്യുന്നവരാകുന്നു എന്ന്. അപ്പൊ ഒന്ന്, ഈമാനിന്റെ കരുത്ത് കൊണ്ടാണ് അവർക്ക് നിലനിൽക്കാൻ സാധിച്ചത്. അവർ പോരാട്ടം നടത്തിയത് കൊണ്ടാണ് ഇന്ന് ഞാനും നിങ്ങളും മുസ്ലിം എന്ന പേരിൽ ഇവിടെ നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ബദ്രീങ്ങളെ ഓർക്കുന്നത്. ബദ്രീങ്ങൾക്ക് അവർ ചെയ്തു പോയ എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു കൊടുത്തുകൊണ്ട് റളിയല്ലാഹു അൻഹും വറളു അൻഹു എന്ന് അവരെ കുറിച്ച് പറയാൻ കാരണം, വലിയ വീഴ്ചയും അബദ്ധങ്ങളും പിൽക്കാലത്ത് ബദ്രീങ്ങളിൽ ചില ആളുകൾക്ക് സംഭവിച്ചപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, അവർ ബദറിൽ പങ്കെടുത്തവരാണ്, അതുകൊണ്ട് അവർ ആക്ഷേപിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ സംഭവങ്ങൾ കാണാൻ സാധിക്കും. അപ്പൊ അവര് പോരാട്ടം നടത്തിയത് കൊണ്ടാണ് ഇന്ന് ഞാനും നിങ്ങളും ഇവിടെ മുസ്ലിം ആയിട്ട് നിലനിൽക്കുന്നത്. അതവരുടെ ഈമാനിന്റെ കരുത്താണ്. ആ ചരിത്രം പഠിക്കുമ്പോ അല്ലെങ്കിൽ മനസ്സിലാക്കുമ്പോ അതുപോലെ ഈമാനുള്ള ആളുകൾക്ക് അള്ളാഹുവിന്റെ ദീനാണ് ഏറ്റവും വലുത്, ദുനിയാവിലെ ജീവിതമല്ല. ദുനിയാവ് ബലി കഴിക്കേണ്ടി വന്നാലും പരലോകം ഞാൻ നഷ്ടപ്പെടുത്തുകയില്ല എന്ന ഒന്നാമത്തെ ബദറിന്റെ പാഠം ഉൾക്കൊള്ളാൻ നമ്മൾ തയ്യാറാവണം. അതുപോലെ തന്നെയാണ് എല്ലാം അള്ളാഹുവിൽ തവക്കുൽ ചെയ്യാനുള്ള കരുത്ത്. എല്ലാം അള്ളാഹുവിന്റെ തീരുമാനപ്രകാരമാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. ഞാൻ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ അല്ലാഹുവിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. അവരവരുടെ റബ്ബിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. അപ്പൊ നമുക്ക് ഉണ്ടാവേണ്ടുന്ന രണ്ടാമത്തെ ഗുണം അതാണ്. ഒന്ന്, കരുത്തിട്ട് ഈമാൻ ഉണ്ടാവണം. ദുനിയാവിനെ വലുതായി കാണരുത്, ആഖിറമാണ് ഏറ്റവും വലുത് എന്നെന്നും നിലനിൽക്കുന്നതും. അവിടെ വിജയം ലഭിക്കാൻ ആവശ്യമാണ്, അവിടേക്ക് വിജയം ലഭിക്കാൻ ആവശ്യമായ കർമ്മങ്ങൾ ചെയ്യാനാണ് ദുനിയാവിൽ ജീവിക്കുന്നത് എന്ന ബോധമുണ്ടാവുക. രണ്ടാമത്തത്, ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക. എല്ലാ ചെറുതും വലുതുമായ കാര്യങ്ങൾ അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം നടക്കുന്നത്. അള്ളാഹു അറിയാതെ ഒരു കാര്യവും ഈ പ്രപഞ്ചത്തിൽ നടക്കുന്നില്ല, എല്ലാം അള്ളാഹുവിന്റെ തീരുമാനപ്രകാരമാണ്. ഇപ്പൊ പല ആളുകൾക്കും സംശയമാണ്, ഈ ഇറാനിലൊക്കെ യുദ്ധം നടക്കുമ്പോ അവിടെ അന്ന് അള്ളാഹ് കാണുന്നില്ല എന്ന് ചോദിക്കുക ആൾക്കാര്. ഫലസ്തീനിലെ കുറെ ആയിരങ്ങളെ കൊന്നൊടുക്കപ്പെടുമ്പോ അള്ളാഹ് കാണുന്നില്ല എന്ന് ചിന്തിക്കാൻ ആളുകൾ. അള്ളാഹ് കാണാത്തത് കൊണ്ടല്ല, അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതെയാവുന്നു എന്നത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഗൗരവമേറിയ കാര്യമല്ല. കാരണം അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു തന്നിട്ടുണ്ട്, അള്ളാഹു ഈ ദുനിയാവിലെ ജീവിതത്തിന് ഒരു കൊതുകിന്റെ ചിറകിനുള്ള വില കൽപ്പിച്ചിരുന്നുവെങ്കിൽ ഒരു സത്യനിഷേധിക്ക് കുടിക്കാൻ ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കുമായിരുന്നില്ല. അപ്പൊ ഒരു കൊതുകിന്റെ ചിറകിനുള്ള വില പോലും അള്ളാഹു ഈ ദുനിയാവിന് കൽപ്പിക്കുന്നില്ല എന്നതുകൊണ്ട് അള്ളാഹു എല്ലാ കാര്യങ്ങളും കൃത്യമായി അറിയുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും അതിന്റെ സമയമാകുമ്പോൾ അള്ളാഹുവിന്റെ തീരുമാനങ്ങൾ ഉണ്ടാകുമെന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ സമയം, ഖുതുബയുടെ സമയം അത് വിശദീകരിക്കാൻ പര്യാപ്തമല്ലാത്തത് കൊണ്ട് ആ ഭാഗത്തേക്ക് ഞാൻ പോകുന്നില്ല. ഏതായിരുന്നാലും നമ്മൾ മനസ്സിലാക്കുക, ഒന്ന്, ഈമാനികമായ കരുത്തുണ്ടാവുക, രണ്ട്, അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുക. പിന്നെ ഈ ബദറിന്റെ ചരിത്രത്തിൽ വളരെ പ്രധാനമായിട്ട് നമുക്ക് വിശുദ്ധ ഖുർആനിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ നിലനിൽപ്പിന് വേണ്ടിയാണ് പോരാട്ടം. അങ്ങോട്ട് പോയി ആക്രമിച്ചിട്ടില്ല ഒരിക്കലും.
ഈ ഇസ്ലാം യുദ്ധക്കൊതിയുടെ മതമാണ് എന്ന് ബദറിന്റെ, ഉഹദിന്റെ, ഹന്തക്കിന്റെ, ഹുനൈനിന്റെ ഒക്കെ ചരിത്രം ജനങ്ങളോട് നമുക്ക് പറയേണ്ടി വരുമ്പോ അത് കേൾക്കുന്ന ആളുകൾ ഇസ്ലാം യുദ്ധക്കൊതിയുടെ മതമാണ് എന്ന് ചിന്തിക്കുമ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയോ? ഈ ബദർ എന്ന് പറയുന്നത് മദീനയുടെ പരിസര പ്രദേശത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ വന്നിട്ട് വലിയ ആളും സൈന്യവും ഒക്കെ ഉണ്ടാക്കി എതിരാളികളെ മുഴുവൻ നശിപ്പിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചുകൊണ്ട് യുദ്ധം നടക്കുകയാണെങ്കിൽ എവിടെയാ യുദ്ധം നടക്കുക? അവരെ ആട്ടി പുറത്താക്കിയ മക്കയുടെ പരിസരത്തല്ലേ, അല്ലെ മക്കയിലല്ലേ യുദ്ധം നടക്കുക? ഹറമില്ലെങ്കിൽ ഹറമിന്റെ പുറത്ത് എന്തെങ്കിലും നടത്താലോ യുദ്ധം? അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. അപ്പം ഇസ്ലാം യുദ്ധക്കൊതിയുടെ മതമാണ് എന്ന് പറയുന്ന ആളുകളോട് ചരിത്രവും യുദ്ധം നടന്ന സ്ഥലങ്ങളുടെ ചരിത്രവും പറഞ്ഞു കൊടുത്തുകൊണ്ട് നമുക്ക് തിരുത്താൻ സാധിക്കും. അവരിങ്ങോട്ട് നശിപ്പിക്കാൻ വേണ്ടി വന്നപ്പോ മദീനയുടെ ഉള്ളിൽ നിന്ന് പോരാട്ടം നടത്തിയാൽ മദീനയിൽ ആൾനാശം ഉണ്ടാകും, മദീനയിൽ കൃഷിനാശം ഉണ്ടാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് റസൂലും സഹാബത്തും മദീനക്ക് പുറത്ത്, മദീനയുടെ 3 കിലോമീറ്റർ പരിസരത്താണ് ഉഹദ്, മദീനയുടെ ഒരു 100-150 കിലോമീറ്റർ പരിസരത്താണ് ബദർ. അപ്പൊ ഒക്കെ മദീനക്ക് പുറത്തേക്ക് പോയത് എന്തോ ഇങ്ങോട്ട് വന്ന് ആക്രമിക്കുമ്പോൾ പ്രതിരോധമാണ്. അതല്ലാതെ ഒരിക്കലും അങ്ങോട്ട് ചെന്ന് ആക്രമിച്ച് നശിപ്പിക്കുക എന്നൊരു ശൈലി മുസ്ലിമുകൾ സ്വീകരിച്ചിട്ടില്ല. ഒരാളും വിശ്വാസം സ്വീകരിക്കാത്തതിന്റെ പേരിൽ ഒരാളെയും പ്രവാചകന്മാരുടെ ചരിത്രത്തിൽ എവിടെയും അങ്ങോട്ട് ആക്രമിച്ചതായി നമുക്ക് കാണാൻ കഴിയില്ല. നീ എന്തുകൊണ്ട് വിശ്വാസം സ്വീകരിച്ചില്ല എന്ന് പറഞ്ഞ ഒരു പ്രവാചകനും അങ്ങോട്ട് ഒരാളെയും ആക്രമിച്ചിട്ടില്ല. അപ്പൊ ഈ സമൂഹത്തിൽ നടക്കുന്ന തെറ്റിദ്ധാരണകൾ, ഇസ്ലാം ഈ വിശ്വാസികളല്ലാത്തവരെയൊക്കെ കൊല്ലണമെന്നാണ് ഖുർആൻ പറയുന്നത് എന്നുള്ള ഏതെങ്കിലും സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്ത, ഈ യുദ്ധത്തെ കുറിച്ച് പറയുന്ന സന്ദർഭങ്ങളിൽ നിന്നൊക്കെ അടർത്തിയെടുത്ത ആയത്തുകൾ ഉപയോഗിച്ച് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ അത് തിരുത്തി കൊടുക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. മാത്രമല്ല, ആ പോരാട്ടം നടത്തുന്ന ഘട്ടത്തിൽ പോലും വിശുദ്ധ ഖുർആൻ പറഞ്ഞു, നിങ്ങളോട് യുദ്ധം ചെയ്തവരോട് നിങ്ങൾ യുദ്ധം ചെയ്തു കൊള്ളുക, നിങ്ങൾ അതിരുവിടരുത്. കണ്ടോ, അള്ളാഹ് ഖുർആനിൽ യുദ്ധത്തെ കുറിച്ച് ഇങ്ങോട്ട് നശിപ്പിക്കാൻ വേണ്ടി വരുമ്പോ തിരിച്ച് യുദ്ധം ചെയ്തു കൊള്ളുക എന്ന് പറഞ്ഞിടത്ത് പോലും അള്ളാഹ് പറയാ വലാ തഅ്തദു. അന്നത്തെ യുദ്ധം എന്ന് പറഞ്ഞാൽ നേർക്ക് നേരെ പോർക്കളത്തിലുള്ള യുദ്ധമാണ്, ഇന്നത്തെ പോലെയല്ല. അപ്പോ ഇന്ന് നിരപരാധികളൊക്കെ പെടും. പക്ഷെ ഇങ്ങോട്ട് യുദ്ധത്തിന് വരാത്ത ഒരാളെയും അങ്ങോട്ട് ആക്രമിക്കാൻ പാടില്ല. വീടുകളിൽ കഴിഞ്ഞുകൂടുന്ന വൃദ്ധന്മാരെയും സ്ത്രീകളെയും കുട്ടികളെയും ആക്രമിക്കാൻ പാടില്ല. ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യോദ്ധാക്കൾക്ക് നൽകിയ നിർദ്ദേശങ്ങളാണ്. അത് അതിരുവിടുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല, അതുകൊണ്ട് നിങ്ങൾ അതിരുവിടരുത് എന്ന അള്ളാഹുവിന്റെ കൽപ്പനയുടെ അടിസ്ഥാനത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ഒരിക്കലും ഒരു നിലക്കുള്ള അക്രമവും ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല. എന്നാൽ എല്ലാ നിലക്കുള്ള അനീതികൾക്കും ചൂഷണങ്ങൾക്കും അസമത്വത്തിനുമെതിരെ ഇസ്ലാം ശബ്ദമുയർത്തുന്നു. അതുകൊണ്ട് തന്നെ എക്കാലത്തും അന്ധകാരത്തിന്റെ ആളുകൾ, അനീതിയുടെ ആളുകൾ, അക്രമത്തിന്റെ ആളുകൾ ആ മതത്തിന്റെ ശത്രുക്കളായിരിക്കും. അവരെ നമ്മൾ സംയമനത്തോടുകൂടി, ഈമാനിന്റെ കരുത്തോടുകൂടി ഫലപ്രദമായി നേരിടാൻ ആവശ്യമായ ഈമാനികമായ കരുത്ത് ആണ് നമുക്ക് ഉണ്ടാവേണ്ടത്. ഒരിക്കലും അക്രമത്തിന്റെ മാർഗം സ്വീകരിക്കാൻ ഇസ്ലാം അനുവദിച്ചിട്ടില്ല എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. ബദറിന്റെ സന്ദേശത്തിൽ നിന്ന് സന്ദേശം മനസ്സിലാക്കിക്കൊണ്ട് ഈമാൻ ശക്തിയാക്കുകയും അതുപോലെ തന്നെ ഈമാനും തവക്കുലും വർദ്ധിപ്പിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക. സർവശക്തനായ നാഥൻ യഥാർത്ഥ മുസ്ലിമായി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാൻ എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ അഷ്റഫുൽ മഖ്ലൂഖീൻ റഹ്മത്തൽ ലിൽ ആലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി വഅലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീൻ വത്താബിഈന ലഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. ഇത്തഖുല്ലാഹ യാ ഇബാദല്ലാഹ്. ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങളെ ജീവിതത്തിൽ പാലിക്കണമേ എന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമ്മൾ ഓരോരുത്തരും റമളാനിന്റെ അവസാനത്തെ പത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. റമളാനിന്റെ അവസാനത്തെ പത്തിന്റെ മഹത്വമൊക്കെ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയിട്ടുള്ളതാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ, 1000 മാസത്തെക്കാൾ ഉത്തമമായ ലൈലത്തുൽ ഖദ്ർ എന്നൊരു ദിനം അവസാനത്തെ 10-ൽ വരാനുണ്ട് എന്ന് നമുക്ക് പഠിപ്പിച്ചിട്ടുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തഹറു ലൈലത്തുൽ ഖദ്രി ഫിൽ അശ്റിൽ അവാഖിർ മിൻ റമളാൻ, റമളാനിന്റെ അവസാനത്തെ 10-ൽ നിങ്ങൾ അതിനെ അന്വേഷിച്ചു കൊള്ളുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. എന്നിട്ട് റസൂലിന്റെയും സഹാബത്തിന്റെയും ആ വിഷയത്തിലുള്ള മാതൃക എന്തായിരുന്നു അവസാനത്തെ 10-ൽ എന്ന് വളരെ കൃത്യമായി മുസ്ലിം ലോകത്ത് ആർക്കും അഭിപ്രായ വ്യത്യാസമില്ലാത്ത നിലക്ക് വളരെ കൃത്യമായി സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യജ്തഹിദു ഫിൽ അശ്റിൽ അവാഖിരി
മാ ലാ യജ്തഹിദു ഫീ ഗൈരിഹി. അവസാനത്തെ 10 മറ്റ് ദിനങ്ങളെക്കാൾ കഠിനമായി പരിശ്രമിച്ചിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ഇദാ ദഖലൽ അശ്റൽ അവാഖിറ, അവസാനത്തെ 10ലേക്ക് പ്രവേശിച്ചാൽ അഹ്യൽ ലൈല, രാത്രിയെ ജീവിപ്പിക്കും, വഅയ്ഖദ അഹ്ല, കുടുംബക്കാരെ ഇബാദത്തുകൾക്ക് വേണ്ടി വിളിച്ചുണർത്തും, വശദ്ദൽ മിഅ്സറ, അര മുറുക്കിയെടുക്കും. അപ്പൊ അര മുറുക്കിയെടുക്കുക എന്നത് ഒരു കർമ്മത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് എന്നുള്ള നിലക്കാവാം. അതല്ലെങ്കിൽ വിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ 10 മുഴുവൻ പള്ളിയിൽ ഇഅ്തികാഫിരുന്നിരുന്നു. ആ ഇഅ്തികാഫിരിക്കുന്ന സമയത്ത് വലാ തുബാശിറുഹുന്ന വഅൻതും ആകിഫൂന ഫിൽ മസാജിദ്, പള്ളിയിൽ ഇഅ്തികാഫിലായിരുന്ന സമയത്ത് ഭാര്യ ഭർത്തൃ ബന്ധം പാടില്ല എന്ന വിശുദ്ധ ഖുർആനിന്റെ നിർദ്ദേശമാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ആ നിലക്കുള്ള എല്ലാ ബന്ധങ്ങളിൽ നിന്നും പൂർണ്ണമായി വിട്ടുനിന്നിരുന്നു എന്നുമാവുന്നതാണ് അല്ലാഹു അഅലം. അപ്പൊ ഏതായിരുന്നാലും അവസാനത്തെ 10 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂടുതൽ പരിശ്രമിച്ചിരുന്നു എന്ന് നമുക്ക് ഓരോരുത്തർക്കും വിശുദ്ധ ഖുർആന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. ആ പള്ളിയിൽ ഒറ്റക്ക് ഒഴിഞ്ഞിരുന്നിട്ട് അള്ളാഹുവിനെ കുറിച്ച് ഓർത്ത്, അള്ളാഹുവിന്റെ അടുക്കലേക്ക് തിരിച്ചു പോകുന്നതിനെ കുറിച്ച് ഓർത്ത്, നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ അബദ്ധങ്ങളെ കുറിച്ച് ഓർത്ത് അള്ളാഹുവിനോട് അതെല്ലാം ഏറ്റു പറഞ്ഞുകൊണ്ട് കരയുന്ന ഒരു മനുഷ്യൻ, അത്തരത്തിലൊരു തുള്ളി കണ്ണുനീര് ഒരു മനുഷ്യന്റെ കണ്ണിൽ നിന്ന് വന്നാൽ അവന് ഒരിക്കലും കറന്നെടുത്ത പാല് അകിടിലേക്ക് തിരിച്ചു കയറ്റാൻ സാധ്യമല്ല എന്ന രൂപത്തിൽ അവൻ നരകത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അവസാനത്തെ 10 പള്ളിയിൽ ഇരിക്കുക, ഒഴിഞ്ഞിരിക്കുക, എന്നിട്ട് അവനവന്റെ കർമ്മങ്ങൾ അള്ളാഹുവിനോട് ഏറ്റു പറഞ്ഞുകൊണ്ട് തൗബ ചെയ്യുക. ഇതാണ് റസൂൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മാതൃക. അതല്ലാതെ എന്തെങ്കിലും ഒരു തൗബ സമ്മേളനമോ അങ്ങനെ മറ്റെന്തെങ്കിലും നടത്തിയിട്ട് ഒരു കൂട്ടക്കരച്ചിൽ നടത്തിയിട്ട് ചുളിവിൽ സ്വർഗത്തിൽ പോകാം എന്നൊരു മാതൃക അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചിട്ടില്ല. അങ്ങനെ പോകാം, അള്ളാഹുവിന്റെ ദീനിനെതിരെ പ്രവർത്തിച്ചുകൊണ്ട് അത്തരത്തിൽ ചുളിവിൽ സ്വർഗത്തിൽ പോകാം എന്ന് നമ്മൾ ആരും വിചാരിക്കേണ്ടതില്ല. അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ആ മാതൃക നമ്മൾക്ക് ജീവിതത്തിൽ പകർത്തുക. അള്ളാഹു ദീനിനെ ശരിയായി മനസ്സിലാക്കി യഥാർത്ഥ മുസ്ലിമായി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാൻ എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെ സംഭവിച്ചുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങളോട് നീ പൊറുക്കണം റഹ്മാനെ. കാരുണ്യവാനായ റബ്ബേ, നിന്റെ ഇഷ്ടദാസന്മാരായി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം റഹ്മാനെ. അള്ളാഹുവെ, ഈമാനിൽ നിന്ന് തെറ്റിപ്പോകുന്ന ദൗർഭാഗ്യകരമായ ഒരു അവസ്ഥയിൽ നിന്ന് ഞങ്ങൾ ഓരോരുത്തരെയും നീ കാത്തു രക്ഷിക്കണം റഹ്മാനെ. ഞങ്ങളുടെ ഈമാൻ യഖീനാവാൻ, ശുദ്ധമാവാൻ ആവശ്യമായ അറിവും ജീവിതാനുഭവങ്ങളും ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണം റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കൾ, ഇണകൾ, സന്താനങ്ങൾ എല്ലാവർക്കും നീ പാപമോചനം നൽകുകയും ഞങ്ങളെ ഏവരെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുന്ന റഹ്മാനെ. കാരുണ്യവാനായ റബ്ബേ, മാരകമായ രോഗങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് സഹിക്കാൻ സാധിക്കാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് ഞങ്ങൾ ഓരോരുത്തരെയും നീ കാത്തു രക്ഷിക്കണം റബ്ബേ. അള്ളാഹുവെ, ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗം കൊണ്ടും മറ്റ് പല നിലക്കുള്ള പരീക്ഷണങ്ങൾ നേരിടുന്ന ആളുകളുണ്ട്. അള്ളാഹുവെ, അവരുടെ എല്ലാ പരീക്ഷണങ്ങളെയും നീ നീക്കിക്കൊടുക്കണം റഹ്മാനെ. കാരുണ്യവാനായ റബ്ബേ, 2 ലോകത്തും ഞങ്ങൾക്ക് ജീവിത വിജയം നൽകണം റബ്ബേ. അള്ളാഹുവെ, റമദാനിന്റെ അവശേഷിക്കുന്ന ദിനങ്ങളെ പരമാവധി സൽക്കർമ്മങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താനുള്ള മാനസികവും ശാരീരികവുമായ കരുത്തും ശേഷിയും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ പ്രദാനം ചെയ്യണം റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നമ ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സാഅത്ത് മുസ്തഖറൻ വ മുഖാമ. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിന وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. آمين برحمتك يا أرحم الراحمين. وصلى الله على نبينا محمد وعلى آله وصحبه وسلم.